ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ ഓർമ്മകൾ മനസ്സിലേക്ക് കയറി വന്നാലും മമ്മി ടെൻഷൻ ആവില്ല മോളെ. വേദനിപ്പിച്ചവരോടൊക്കെ പകയെ തോന്നിയിട്ടുള്ള എനിക്ക് തല കുനിക്കാനോ കണ്ണു നിറയ്ക്കാനോ തോന്നിയിട്ടില്ല. എന്നിട്ട് എന്താ ഇങ്ങനെ? മമ്മി എന്താ ഒന്ന് ഫ്രഷ് ആവാതെ? ഒന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോഴത്തേക്കും ശരിയായിക്കോളും മോളെ. അന്ന് ഈ നാട്ടിലുള്ള ഒരുമാതിരിപ്പെട്ട ആളുകൾ മുഴുവൻ ഇവിടെ ഉണ്ടാവും. നോമ്പുകാലം വന്നാലേ എല്ലാരെയും വിളിക്കണം, എല്ലാവരുടെയും കൂടി ഇരിക്കണം. അതൊക്കെ സീതാലിക്കയുടെ വലിയ ആഗ്രഹമായിരുന്നു. ഇപ്പൊ സ്വർഗത്തിലിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടാവും. ഉണ്ടാവും. എന്റെ കുട്ടികളെ അനുഗ്രഹിക്കുന്ന കൂട്ടത്തില് അനക്കും അനുഗ്രഹം ഉണ്ടാവും. കഴിക്കോളെ. മീറ്റിംഗ് പറഞ്ഞ സമയത്ത് തന്നെ അത് മാത്രമേ ഉള്ളൂ. ഞാൻ മാണിക്കുഞ്ഞിനടുത്ത് വിളിക്കാൻ പറയാം. ഇതെന്താ നീ വിളമ്പെന്ന്? ആര് വിളമ്പിയാൽ എന്താ? കഴിച്ചാ പോരെ? അമ്മയോടെ? അമ്മ ഇപ്പൊ വരും. നവീൻ കഴിക്കേ, ഞാൻ വിളമ്പി തന്നോളാം. നീ ഇവിടെ നിൽക്കുമായിരുന്നോ? വെള്ളം ഒഴിച്ചു കൊടുക്ക്. കുഞ്ഞുനാള് മുതലേ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നടക്കുമായിരുന്നില്ലേ? എത്ര കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞാലും പഴയ സ്നേഹബന്ധങ്ങളെ നിലനിൽക്കത്തുള്ളൂ. നവീൻ കഴിക്കേ. കഴിക്ക്. ആ ഫോണങ്ങ് മാറ്റി വെച്ചേ. കഴിക്കും മോനെ. വെച്ചുണ്ടാക്കുന്നതിലൊന്നും അല്ല, സ്നേഹത്തോടെ ഇങ്ങനെ വിളമ്പി തരുമ്പോഴാ ഫുഡിനൊക്കെ ഇങ്ങനെ നല്ലൊരു സ്വാദുണ്ടാകുന്നത്. സ്നേഹം വിളമ്പിത്തരാനേ എന്റെ മോളെ കഴിഞ്ഞേ വേറെ ആരുള്ളൂ. എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്? മോനെ, എന്തു പറ്റി മോനെ? എന്താ നീ കഴിക്കാത്തെ? എനിക്ക് വിളമ്പിത്തരാനായിട്ട് അമ്മയോളത്ത് പറഞ്ഞിരുന്നോ? ഇല്ല. അതിനിപ്പോ എന്തിനാ പറയുന്നേ? അവൻ ഭക്ഷണം കഴിക്കാനിരുന്നു, കീർത്തി മോളെ വിളമ്പി കൊടുത്തു. അത് അവളുടെ ഇഷ്ടമല്ലേ? അവളുടെ ഇഷ്ടം എന്റെ അടുത്ത് നടപ്പിലാക്കണ്ട അമ്മേ. എനിക്ക് ഭക്ഷണം വേണ്ട. നീ ഇരിക്കും മോനെ, ഞാൻ വിളമ്പി തരാം. നീ എന്തിനാ കീർത്തി ഇതിലൊക്കെ ഇടപെടുന്നേ? ഞാൻ അത്ര വലിയ തെറ്റൊന്നും ചെയ്തില്ലല്ലോ അമ്മായി. എനിക്കെന്താ വല്ല പകർച്ചവ്യാധി എന്തെങ്കിലും ഉണ്ടോ ഇങ്ങനെ ആട്ടി അകറ്റാൻ? പകർച്ചവ്യാധി നിന്റെ ശരീരത്തിലല്ല, മനസ്സിലാ. അതുകൊണ്ട് അടുത്ത് നിൽക്കാൻ പോലും പേടിയാവുന്നത്. നിർമ്മലേ, അവിടെ വിളിച്ചോണ്ട് പോയേ. അവൻ മനസമാധാനത്തോടെ എന്തെങ്കിലും ഒന്ന് കഴിക്കട്ടെ. നീ ഇങ്ങോട്ട് പോരടി മോളെ. കൂലിയും വേലയില്ലാതെ നിൽക്കുന്ന നമ്മളെ ഒരുപാട് താഴ്ന്നവരായി ഈ അമ്മയ്ക്കും മോനും തോന്നുന്നുണ്ടാവും. ഇനിയിപ്പൊ നമ്മൾ വിളമ്പി കൊടുത്തിട്ട് അവരുടെ ഫുഡൊന്നും അശുദ്ധമായി പോണ്ട. നിന്നോട് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? നീ ഇങ്ങോട്ട് പോരടി മോളെ. ഇനി നമ്മളായിട്ട് ഇവരുടെ ഫുഡൊന്നും മുടക്കാൻ നിൽക്കണ്ട. വാ. കുറച്ചു ദിവസം ശല്യം ഇല്ലാതിരുന്നതാ, ഇതപ്പൊ വീണ്ടും തുടങ്ങി. അമ്മയ്ക്ക് അച്ഛനോ നാണമില്ല, പക്ഷെ അവൾക്ക് അല്പം വിദ്യാഭ്യാസം ഉള്ളതല്ലേ. കുറച്ച് കൾച്ചർ കാണിച്ചുവിടാമേ. പോട്ടെ, മോനിരുന്ന് കഴിക്കാൻ നോക്ക്. ഇരിക്കും മോനെ, അമ്മ വേറൊരു പ്ലേറ്റ് എടുത്ത് വിളമ്പി തരാം. മതിയമ്മേ. നീയും ഗാഥമോളും തമ്മിലുള്ള അകൽച്ചയാ അവര് മുതലെടുക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നെങ്കിൽ
അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലേ ഉണ്ടാവില്ലായിരുന്നു. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഒരു ചെറിയ നീരസം ഉണ്ടായാൽ ബന്ധുക്കളായാലും പുറത്തുള്ളവരായാലും അത് മുതലെടുക്കാൻ ശ്രമിക്കുന്നവരെ കാണൂ. മോനെ, എത്രയും പെട്ടെന്ന് പിണക്കം തീർത്ത് ഗാഥമോളെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അതിന് ഞാൻ മാത്രം വിചാരിച്ച പോരല്ലോ. ഇത് സ്ഥലക്കച്ചവടമല്ലല്ലോ. എത്രയും പെട്ടെന്ന് തീരുമാനിച്ച് വില കൊടുത്ത് വാങ്ങിച്ച് രജിസ്ട്രേഷൻ നടത്താനായിട്ട് മനസ്സിന്റെ കാര്യമാണ്. ഞാനായിട്ടൊരു തെറ്റ് ചെയ്താണെങ്കിൽ താഴ്ന്നു കൊടുക്കാനും മാപ്പ് പറയാനൊന്നും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ. ജീവിതത്തിൽ ഇനി പരീക്ഷിക്കപ്പെടാൻ ഒന്നുമില്ല അമ്മേ. എന്തുപറ്റി മമ്മി? ഒന്നുമില്ല മോളെ. അമ്പലത്തിൽ നിന്ന് തിരിച്ചു വന്നപ്പോ മുതല് ഞാൻ മമ്മിയെ ശ്രദ്ധിക്കായിരുന്നു. മമ്മിക്ക് എന്താ പറ്റിയേ? ഓ, ആ നാട്ടിലേക്ക് പോയതുകൊണ്ടാണോ? പഴയ ഓർമ്മകളൊക്കെ വീണ്ടും വന്നു കാണുമല്ലേ? ആ ഓർമ്മകൾ മനസ്സിലേക്ക് കയറി വന്നാലും മമ്മി ടെൻഷൻ ആവില്ല മോളെ. വേദനിപ്പിച്ചവരോടൊക്കെ പകയെ തോന്നിയിട്ടുള്ളൂ എനിക്ക്. തല കുനിക്കാനോ കണ്ണു നിറയ്ക്കാനോ തോന്നിയിട്ടില്ല. എന്നിട്ട് എന്താ ഇങ്ങനെ? മമ്മി എന്താ ഒന്ന് ഫ്രഷ് ആവാതെ? ഒന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോഴത്തേക്കും ശരിയായിക്കോളും മോളെ. അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചപ്പോ എന്റെ മനസ്സൊന്ന് സ്വസ്ഥായി. പക്ഷേ മമ്മി നേരെ തിരിച്ചു. നമുക്ക് ആ വിഷയം സംസാരിക്കണ്ട മോളെ, വിട്ടേക്ക്. പോയതുകൊണ്ട് മോക്ക് ഗുണമുണ്ടായല്ലോ. മോളുടെ മനസ്സ് ഓക്കെ ആയില്ലേ? മമ്മി അതിൽ ഹാപ്പിയാണ്. ഇന്ന് എന്താന്നറിയില്ല മമ്മി, മനസ്സൊക്കെ ഒന്ന് ക്ലിയർ ആയതുപോലെ. ഞാൻ മമ്മിയുടെ മടിയിലൊന്ന് കിടന്നോട്ടെ. മനസ്സ് നിറച്ച് സന്തോഷം വരുമ്പോ ഞാൻ എപ്പോഴും അങ്ങനെയല്ലേ ചെയ്യാറ്. ഇന്നെനിക്കെന്തോ അങ്ങനെ വേണമെന്ന് തോന്നി. വാ. മമ്മി മമ്മി പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിലുണ്ട്. നവീന്റെ അടുത്തേക്ക് തിരിച്ചു പോയാല് അങ്ങനെയൊക്കെ ആയിരിക്കും എന്റെ പെരുമാറ്റം. മമ്മി നോക്കിക്കോ, ഒരു ദിവസം മമ്മി ആഗ്രഹിക്കുന്നത് പോലെ ഈ ലോകത്തിലെ ഏറ്റവും നല്ല പെൺകുട്ടിയായിട്ട് മമ്മിയുടെ മുന്നില് ഞാൻ വന്നു നിൽക്കും. നിനക്കതിന് കഴിയട്ടെ മോളെ. ഉറപ്പാ മമ്മി. എന്റെ തെറ്റുകളിപ്പോ ഞാൻ തന്നെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചോണ്ടിരിക്കാം. തിരുത്താൻ വേണ്ടി എല്ലാം ഞാൻ തിരുത്തും. എന്നെ ഓർത്തിനി മമ്മി കരയേണ്ടി വരില്ല. ധൈര്യമായിട്ടിരുന്നു. കൃഷ്ണ